നമസ്കാരം. ഇന്ത്യയിലുള്ള ക്രൈസ്തവരുടെ എണ്ണം, ക്രിസ്ത്യാനികളുടെ എണ്ണം 2.3%. അതായത് 2.5% താഴെയാണ് ക്രിസ്ത്യാനികൾ ഇന്ത്യയിലുള്ളൂ എന്നുള്ളതാണ് കണക്ക്. ലേറ്റസ്റ്റ് കണക്കാണ്, ഗൂഗിളിൽ അടിച്ചു നോക്കി നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ ഇരിക്കെ എന്ത് മതപരിവർത്തനം നടത്തിയെന്ന് ആരോപിച്ചാണ് ഈ പാവം പിടിച്ച കന്യാസ്ത്രീകളെ നിങ്ങൾ ക്രൂശിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. കേന്ദ്ര സർക്കാരിനോടാണോ ചോദ്യം? നിങ്ങൾ ഈ സ്വീകരിക്കുന്നത് ഇരട്ടത്താപ്പല്ലേ? കേരളത്തിലെ ക്രൈസ്തവരോട് ഒരു നിലപാടും ഉത്തരേന്ത്യയിലുള്ള ക്രൈസ്തവരോട് മറ്റൊരു നിലപാടും സ്വീകരിക്കുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇനി മിഷണറിമാരായിട്ടുള്ള കന്യാസ്ത്രീകളും വൈദികരും ഒക്കെ ചെയ്ത സേവനങ്ങൾ അത് വിലമതിക്കാനാവാത്തതാണ്. കേരള മനസാക്ഷി അത് തിരിച്ചറിയുമെന്നാണ് എൻ്റെ വിശ്വാസം. ആതുര ശുശ്രൂഷ രംഗത്തായാലും വിദ്യാഭ്യാസ രംഗത്തായാലും അവർ ചെയ്തിട്ടുള്ള സേവനങ്ങൾ വിലമതിക്കാനാവാത്തത് തന്നെയാണ്. ഇനി ഉത്തരേന്ത്യയിലെ സംസ്ഥാനങ്ങളിലെ കാര്യങ്ങൾ എടുത്താൽ ഇത് തന്നെയാണ്. ആദിവാസി മേഖലകളിലൊക്കെ വിദ്യാഭ്യാസ രംഗത്തും ആതുര ശുശ്രൂഷ രംഗത്തും ഒക്കെ അവർ ചെയ്തിട്ടുള്ള സേവനങ്ങളെ എങ്ങനെയാണ് ഈ മതപരിവർത്തനം എന്നൊക്കെ പറഞ്ഞ് ആരോപിച്ച് നിങ്ങൾ ചെറുതാക്കാനായിട്ട് ശ്രമിക്കുന്നത്? എന്ത് ഇരട്ടത്താപ്പാണ്, എന്ത് നിലപാടാണ്? കേന്ദ്ര സർക്കാർ അതിനൊക്കെ ഒരു കൃത്യമായ നിലപാടെടുത്ത് സ്വീകരിച്ച് മുന്നോട്ട് പോകേണ്ടതല്ലേ? ഇനി ക്രിസ്ത്യാനികളെ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ സംരക്ഷകരെന്ന് അവകാശപ്പെടുന്ന സംഘടനകളുടെ വാർത്താക്കുറിപ്പും പത്രവാർത്തയൊക്കെ തയ്യാറാക്കിയിരുന്നാൽ മതി. ഈ കാര്യത്തിൽ പ്രതിഷേധങ്ങളൊന്നും വേണ്ടേ? പാവം പിടിച്ച 2 കന്യാസ്ത്രീകളെ കേസിൽപ്പെടുത്തി ജയിലിൽ അടച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനെ തീർന്നത് പോകുന്നതാണോ ഇവിടുത്തെ ക്രൈസ്തവ വിശ്വാസം അല്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസം? ഇവിടെ ഒരു നിലപാട്, അവിടെ ഒരു നിലപാട്. അത് ഇരട്ടത്താപ്പാണെന്ന് പറയാതെ വയ്യ എന്നുള്ളതാണ്. ഇതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നവരാണ് മലയാളികൾ എന്നുള്ളൊരു തിരിച്ചറിവ് നിങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ ഒരു നിലപാട് സ്വീകരിക്കുന്നത്. പക്ഷെ ആ നിലപാട് അവിടെ ഒരു നിലപാട് ഇവിടെ ഒരു നിലപാട് എന്നുള്ളത് ഇരട്ടത്താപ്പാണെന്ന് പറയാതെ വയ്യ. ഇത് തിരിച്ചറിയാൻ സാധിക്കുന്നതാണ് മലയാളികൾ എന്നുള്ളതാണ് മലയാളികളുടെ സവിശേഷത. പക്ഷേ ഇതൊന്നും ഫാദർ സ്റ്റാൻ സ്വാമി ഇങ്ങനെ ആരും മറക്കാനായിട്ടൊന്നും ഇടയില്ലാന്നേ. അദ്ദേഹത്തോട് ചെയ്ത ക്രൂരതയൊന്നും ആരും മറക്കില്ല, അല്ലേ? ഫാദർ സ്റ്റാൻ സ്വാമി അങ്ങനെ പെട്ടെന്ന് മറക്കാനായിട്ട് കേന്ദ്ര സർക്കാരിന് പറ്റുമോ? ഇവിടുത്തെ കേരള സമൂഹത്തിന് പറ്റുമോ? കേരള മനസാക്ഷിക്ക് പറ്റുമോ? ഒരാൾക്കും പറ്റില്ല. അപ്പം അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഇവിടെ നിലനിൽക്കും, ചോദ്യങ്ങൾ ഉയരുക തന്നെ ചെയ്യും.